ാണ് ഒരു 4-5 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറെ ആൾക്കാരുടെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില മെസ്സേജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സേഫ് ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കമന്റുകളിൽ പിന്നീട് സേഫ് ആണെന്നൊക്കെ പറഞ്ഞ് സേഫ് ടിൽ നൗ അത്രേ പറയാൻ പറ്റുള്ളൂ. അടുത്ത ഇത് എന്താ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. സോ സേഫ് ടിൽ നൗ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള വിഷമം, പേടി, അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല ഇതിൽ എഫക്റ്റഡ് ആവണേ, അതുപോലെ പല ഭീഷണികള്. അപ്പൊ എനിക്ക് തന്നെ കുറെ ക്വസ്റ്റ്യൻ മാർക്കുകൾ വന്നു. ഞാൻ കാരണം കുറെ ആൾക്കാരുടെ ലൈഫിന് വരെ ത്രെറ്റ് വരുന്ന ഒരു കണ്ടീഷൻ കണ്ടു. എന്നിട്ടും ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല. ഇപ്പോഴും ആൾക്കാർ ചോദിക്കണേ ഞാൻ എന്താ കേസ് കൊടുക്കാത്ത കേസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ. തോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കേസുണ്ട്. വീണ്ടും എന്റെ ലൈഫിനെ പോയിട്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടണത്. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ഒന്നിനെയും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനത്തെ കേസൊക്കെ അതുപോലെ പോകുന്നുണ്ട്. പിന്നെ ഇന്ന് ഇപ്പോ വണ്ടിയില് വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലേ എന്നറിയില്ല, നിങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു. ഒരു തവണ ഇടിച്ച അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വീണ്ടും വന്നിടിച്ചു. വീണ്ടും അയാൾ 3ാമത്തെ തവണ ഇടിച്ചു. പക്ഷെ ഇടിക്കണത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രല്ല, അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രല്ല, അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിന്റെ മുകളിൽ ഇടിക്കുന്ന കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒന്നെങ്കിൽ അയാള് തീരെ ബോധമില്ലാണ്ട് ആണ് ഓടിക്കണേ, അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കറിയില്ല. ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണേന്നൊക്കെ. അല്ലാണ്ട് അങ്ങനെ 3 തവണ അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തില് പോയിട്ട് ഇടിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ തവണ ഓക്കെ കെയർലെസ്നെസ്സിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കാം. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു തരണം. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് വേറെ തോന്നണ കാര്യം, ഭീഷണികളും ഇതും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, അതൊക്കെ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും. ഞാൻ ഇപ്പൊ സേഫാണ്. എല്ലാവരും അന്വേഷിച്ചതിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട്. അതുപോലെ തന്നെ എന്റെ വീഡിയോ റിയാക്ട് ചെയ്തതിന് കുറെ ആൾക്കാർക്ക് ഭീഷണികളും അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളും ഒക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. സോറി. ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നതിൽ ഭയങ്കര ഒരു സോറി പറയണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ചില ആൾക്കാരൊക്കെ അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് എതിരായി തിരിയുകയും അതുപോലെ തന്നെ എന്റെ ക്രെഡിബിലിറ്റി അതുപോലെ തന്നെ എന്റെ മൊറാലിറ്റി അങ്ങനത്തെ കുറെ താരത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കുറെ വീഡിയോകളൊക്കെ കണ്ടു. പിന്നെ ചില ആൾക്കാര് എന്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എനിക്ക് നീതി കിട്ടുന്ന ഉറപ്പായിട്ട് ഞാൻ ഇട്ട വീഡിയോകളൊന്നല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിലുള്ള ഉദ്ദേശം ഞാൻ ചത്താലും എനിക്ക് നടന്ന കാര്യങ്ങള് അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങള്, കുറെ ഒഫൻസുകള്, ക്രിമിനൽ സാധനങ്ങള് ഞാൻ എന്റെ മുമ്പിൽ വെച്ച് നടന്നതും അതുപോലെ ചെയ്യാൻ പ്ലാൻ ഇട്ടതും അതുപോലെ തന്നെ പല ആൾക്കാരെ ചതിച്ച കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള കാര്യങ്ങള് എല്ലാവരെയും അറിയിക്കണം. ഇത്ര കാലം ഈ കാര്യത്തിനൊന്നും നീതി കിട്ടിയിട്ടില്ല. പക്ഷെ എന്റെ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞിട്ട് അതിന് ഇനിയും ആൾക്കാർ അതിൽ പോയി പെടാം. ഫീമെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസ്, മെയിൽസ് ആണെങ്കിൽ മെയിൽസ്. സിനിമയുടെ ചാൻസ് പോയി ചോദിച്ച് അവിടെ പോയിട്ട് കാല് തിരുമിപ്പിക്കുന്ന പരിപാടിയും അങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ട് പോയി പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടും അതുപോലെ തന്നെ പല ഞാൻ ഗസ്റ്റ് ഹൗസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ആ ഗസ്റ്റ് ഹൗസിന്റെ എനിക്ക് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് ഗസ്റ്റ് ഹൗസിന്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഞങ്ങൾക്കറിയാം, ഈ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കുക. ഞാൻ ഇതിന് വിളിച്ചു ചോദിക്കേണ്ട കാര്യം അത് ഇന്റെ ഉത്തരവാദിത്തമാണോ അവിടെ നടക്കണ കള്ളത്തരങ്ങളൊക്കെ ഇത് ചെയ്യേണ്ടത്? ഞാൻ ഓൾറെഡി ഇങ്ങനെ നടക്കണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അതിനെ പറ്റിയിട്ട് അന്വേഷിക്കേണ്ടതും അങ്ങനത്തെ ഒരു സാധനം നടക്കാണ്ടിരിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തം? എന്റെ ഉത്തരവാദിത്തമാണോ? എന്റെ ഉത്തരവാദിത്തം ഇന്ന മേലിലുണ്ടായ സംഭവങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കേസ് കൊടുക്കാം. മറ്റേത് ഞാൻ ബാക്കിയുള്ളവർ പെടരുത്. ഇനി ഞാൻ പറയാണ്ട് നിങ്ങള് ഒന്നും അറിഞ്ഞില്ല, കേട്ടില്ല, ഞാൻ എനിക്ക് പറയാനുള്ള സാധനങ്ങൾ പറഞ്ഞു, ഇത്രയൊക്കെ എനിക്ക് സംഭവിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കണില്ലെങ്കിൽ വിശ്വസിക്കണ്ട. അതിലിപ്പോ